ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കസ്റ്റേർഡ് മിൽക്ക് ഷേക്കാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ എന്താണേലും ഇത് ഇഷ്ടപ്പെടും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. ഞാനിവിടെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പീൽ ചെയ്ത് നമുക്ക് റൗണ്ടാക്കി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇടുന്ന നിർബന്ധമൊന്നുമില്ല, നമ്മളല്ലാതെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ ഏലക്കായുടെ അരിയാണ്, ഒരു 2 ഏലക്കായുടെ അരിയാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൽ നമുക്കിതൊന്ന് 2 വിസിലടിച്ചെടുക്കാമേ ക്യാരറ്റ്. ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കസ്റ്റേർഡ് തയ്യാറാക്കാവേ. ഇത് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, ഫ്രഷ് മിൽക്കാണേ. 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിക്കാൻ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് പാല് വേറെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കസ്റ്റേർഡ് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ കസ്റ്റേർഡാണ് എടുക്കുന്നത്. ഇത് നമുക്ക് പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പാലിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാലിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലും കസ്റ്റേർഡും കൂടെ നന്നായി തിക്കാവുന്നത് വരെ നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മക്കളൊക്കെ ക്യാരറ്റ് ഒക്കെ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ ഒക്കെ സീസണൊക്കെ ആകുന്ന സമയത്ത് നമുക്കിതുപോലെ ഏറെ ക്യാരറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ വേവിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് മക്കൾക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കസ്റ്റേർഡ് നല്ല തിക്കായി ക്രീമി പരുവായി ടെക്സ്ചറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ക്യാരറ്റും ഏലക്കായും കൂടെ നമ്മൾ വേവിച്ചത് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാരറ്റ് കണ്ടോ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പരുവാകുന്നത് വരെ നമ്മൾ വേവിക്കണേ. നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ക്യാരറ്റും ഏലക്കായും കൂടെ വേവിച്ചതാണ്. ഇതിലോട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര ഒഴിവാക്കാനാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാവേ. നമ്മളിപ്പോൾ കസ്റ്റേർഡിലും ഒന്നും പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമ്മളൊരു 3 സ്പൂൺ പഞ്ചസാര. ഇനി നമ്മൾ തയ്യാറാക്കിയ കസ്റ്റേർഡ് മിക്സും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല്, ഈ ഒരു 10 ഐസ് ക്യൂബ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ആദ്യം ഞാനൊരു 4 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിയാ സീഡാണ്. ചിയാ സീഡ് നമ്മൾ സോക്ക് ചെയ്തെടുത്തതാണ്. അത് നമുക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കും.
നമ്മുടെ ക്യാരറ്റ് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇതെന്താണെങ്കിലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടാണ്. നമുക്ക് പഞ്ചസാര ഒഴിവാക്കി അതിന് പകരം നമുക്ക് ഡേറ്റ്സ് ഒക്കെ ചേർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.